ഇന്ന് ജൂൺ 18. ലോകമെമ്പാടുമുള്ള ഓട്ടിസ്റ്റിക് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നെന്ന് പറയാം. ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും അല്ലേ? ഓട്ടിസം അവയർനെസ് ഡേ എന്ന് പറഞ്ഞാൽ ഓട്ടിസത്തെക്കുറിച്ച് അറിവ് നൽകുക എന്നതാണ്. എന്നാൽ ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ എന്ന് പറയുമ്പോൾ തങ്ങളുടെ സ്വത്വത്തെ അല്ലെങ്കിൽ ഐഡന്റിറ്റിയെ അഭിമാനത്തോടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. 2005 ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ ആഘോഷിച്ചു തുടങ്ങിയത്. ഓട്ടിസ്റ്റിക് വ്യക്തികൾ തന്നെ തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണിത്. റെയിൻബോ ഇൻഫിനിറ്റി ആണ് ഇതിന്റെ അടയാളം. ഇത് സൂചിപ്പിക്കുന്നത് ന്യൂറോ ഡൈവേഴ്സിറ്റിയാണ്. അതായത് മനുഷ്യന്റെ തലച്ചോറുകൾ വ്യത്യസ്തമായ രീതികളിൽ പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം. ആ വൈവിധ്യം അനന്തമാണ്. അതുകൊണ്ടാണ് ഇൻഫിനിറ്റി എന്ന സിംബൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓട്ടിസം എന്നത് ചികിത്സിച്ച് മാറ്റേണ്ടുന്ന ഒരു രോഗമല്ല, മറിച്ച് ലോകത്തെ കാണാനും അനുഭവിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു വ്യത്യസ്തമായ ഒരു സവിശേഷമായ ഒരു രീതിയാണ്. ഓരോ ഓട്ടിസ്റ്റിക് കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ താല്പര്യങ്ങൾ, ആശയവിനിമയ രീതികൾ, കഴിവുകൾ എല്ലാം സവിശേഷമാണ്. അവരെ നോർമൽ എന്ന് നമ്മൾ വിളിക്കുന്ന ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരുടെ തനിമയെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ ആയ ഇന്ന് നമുക്കൊരു തീരുമാനമെടുത്താലോ? നമ്മുടെ ചിന്താഗതികളെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചു നോക്കാം. ഓട്ടിസ്റ്റിക് വ്യക്തികളെ സഹതാപത്തോടെ നോക്കുന്നതിന് പകരം അവരെ തുല്യതയോടും ബഹുമാനത്തോടും നമുക്ക് നോക്കിക്കാണാം. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിയുടെ സവിശേഷതകളെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കൂ. അവർക്ക് സുരക്ഷിതമായി വളരാൻ കഴിയുന്ന, അവരെ ഉൾക്കൊള്ളുന്ന ഒരു ലോകം നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം. ഏവർക്കും ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ ആശംസകൾ.